കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ രാജ്യത്ത് നിയമം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി എന്ന നിയമം കൊണ്ടുവന്നപ്പോൾ ലോക്സഭയിൽ 450ഓളം MP-മാരുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജീവ് ഗാന്ധിക്ക് നിഷ്പ്രയാസം ആ നിയമം പാസാക്കാൻ പറ്റി. പക്ഷേ രാജ്യസഭയിൽ ഓരോട്ടിന് അതിനെ പരാജയപ്പെടുത്തിയത് അന്ന് പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്ന CPM ആയിരുന്നു അന്ന് ആ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. രാജീവ് ഗാന്ധി തുടക്കം കുറിച്ച ലോക്സഭ പാസാക്കിയ ആ നിയമം നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് പിന്നീട് അത് പാസാക്കുകയുണ്ടായി. രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റിയ, പ്രാദേശിക വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, അവരാഗ്രഹിക്കുന്ന തരത്തിൽ നാടിനെ വികസിപ്പിക്കുവാൻ പര്യാപ്തമാക്കിയ വലിയ സംഭാവനയാണ് നഗരപാലിക പഞ്ചായത്ത് നിയമത്തിലൂടെ രാജീവ് ഗാന്ധി ചെയ്തത്. അതുപോലെ തന്നെ സാം പിത്രോഡെ എന്ന് പറയുന്ന സാങ്കേതിക വിദഗ്ധനെ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞു, 1786 എന്റെ രാജ്യം ഇന്ത്യ ബ്രിട്ടീഷുകാരന്റെ കോളനിയായിരുന്നതുകൊണ്ട് വ്യാവസായ വിപ്ലവത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ലോകത്തെ വാർത്താ വിനിമയ പ്രക്ഷേപണ രംഗത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് എന്റെ രാജ്യം ഇന്ത്യ ലോകത്ത് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ സാം പിത്രോഡയുടെ സഹായത്തോടുകൂടി അദ്ദേഹം ആ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം സാക്ഷാത്കരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ ആധുനികമായിട്ട് 100cc ബൈക്കിലടക്കം ഓട്ടോമൊബൈൽ രംഗത്ത് ഉണ്ടായ വിപ്ലവം, ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഇന്ത്യയെ മാറ്റിയത്, ഡിജിറ്റൽ ഇന്ത്യയുടെ ശില്പി രാജീവ് ഗാന്ധിയാണ്. 21ാം നൂറ്റാണ്ടിലേക്ക്, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് രാജീവ് ഗാന്ധിയാണ്. ശാസ്ത്ര സാങ്കേതിക ചിറകിലേറി പറക്കുന്ന ഇന്ത്യയെ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അമേരിക്കൻ സെനറ്റിൽ വെച്ച് യുവാവായിരുന്ന ചെറുപ്പക്കാരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം വിഭാവനം ചെയ്ത മുഴുവൻ വികസന പദ്ധതികളും അന്ന് നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വിവര സാങ്കേതിക രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു മുന്നേറ്റം നടത്തി ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച പ്രിയങ്കരനായ നേതാവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 34 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ത്യയിലെ യുവാക്കളുടെ പ്രതീക്ഷയും ആവേശവുമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി AJ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. R ഭദ്രൻ, PK മസൂദ്, PN രമേശൻ, P രാജേന്ദ്രകുറുപ്പ്, തയ്യിൽ റഷീദ്, ഷെഫി, സൂര്യ മുഹമ്മദ്, അംബിൽ രാജൻപിള്ള, IT സലാം, ആസിം നാസർ, പനക്കൽ രാജൻ, ആസിഫ് സെലക്ഷൻ, നിസ, സിയാദ് മോൻ, രാജൻ തേജേരിൽ, നാസർ യൂസഫ്, മൊയ്തീൻ കുഞ്ഞ്, ഷൈല ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.